നമുക്കിനി പറയാനുള്ളത് പ്രിസം ഫോർമുലയാണ്. നമുക്കിനി പറയാനുള്ളത് പ്രിസം ഫോർമുലയിലേക്ക് നമ്മൾ പോവാണ്. നമ്മളതിൻ്റെ ആംഗിൾ ഓഫ് ഡീവിയേഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും വെച്ചുകൊണ്ട് നമ്മളൊരു ഗ്രാഫ് വരച്ചിരിക്കുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഫസ്റ്റ് കുറഞ്ഞ് ഡിക്രീസസ് attain a minimum angle of deviation delta m then increases. ഇതാണ് അവിടെ നടക്കുന്ന കാര്യം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിക്രീസസ് ആൻഡ് അറ്റൈൻ എ മിനിമം വാല്യൂ ദെൻ ഇൻക്രീസസ്. അതാണ് അവിടെ ഉണ്ടാവുന്ന കാര്യം. അപ്പോൾ നമ്മൾ മിനിമം ഡീവിയേഷൻ പൊസിഷൻ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഐ ഉണ്ട് ഇ ഉണ്ട് angle of incidence. പക്ഷേ in delta m there is only one angle of incidence. Angle of deviation minimum ആവുമ്പോൾ അല്ലേ delta becomes delta m, I equal to e. ഒരൊറ്റ എണ്ണുള്ളൂ, ഐയും ഇയും ഈക്വലായി. അതുപോലെ തന്നെ R1 equal to R2, R1ഉം R2ഉം ഈക്വലാണ്. നമ്മൾ അവിടുത്തെ ഇക്വേഷനിൽ നമുക്കറിയാം R1 plus R2 equal to a എന്നായിരുന്നു. R1 പകരം R, R2 പകരവും R. R plus R equal to A. 2R equal to A. R equal to A by 2. നമ്മൾ എഴുതി R equal to A by 2. നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടുപിടിച്ച ഡെൽറ്റയുടെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. A plus delta equal to I plus E. ഡെൽറ്റ ബിക്കംസ് ഡെൽറ്റ എം. ഡെൽറ്റ എത്രയാവുകയാണ്? ഡെൽറ്റ എം ആവുകയാണ്. I equal to E ആണെന്ന് നമ്മൾ ഓൾറെഡി അറിയാം. A plus delta m equal to I, E equal to I ആണ്. I തന്നെയാണ്. ഇയുടെ സ്ഥാനത്ത് I കൊടുത്തു. I plus I, 2I. A plus delta m equal to 2I. I equal to A plus delta m by 2. I equal to A plus delta m by 2 എന്ന് നമുക്ക് കിട്ടി. ദെൻ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാണ്. ദെൻ മ്യൂ ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ, സൈൻ ഐ ബൈ സൈൻ ആർ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫോർ സ്മോൾ ആംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം മ്യൂ ഈക്വൽ ടു ഐ ബൈ ആർ. ആരെ സംബന്ധിച്ച്? സ്മോൾ ആംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം മ്യൂ ഈക്വൽ ടു ഐ ബൈ ആർ. നമുക്ക് ഐ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എഴുതുന്നു മ്യൂ ഈക്വൽ ടു ഐ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഐ ഈക്വൽ ടു എ പ്ലസ് ഡെൽറ്റ എം ബൈ 2. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഐ കിട്ടിയിരിക്കുന്നത് എ പ്ലസ് ഡെൽറ്റ എം ബൈ 2 ഡിവൈഡഡ് ബൈ ആറ് കിട്ടിയിട്ടുണ്ട് എ ബൈ 2. ഇത് സ്മോൾ ആംഗിൾ അല്ലെങ്കിൽ എന്തുണ്ടാവും? സൈൻ ഐ ബൈ സൈൻ ആർ. എന്തായിരിക്കും? മ്യൂ ഈക്വൽ ടു സൈൻ ഓഫ് ഐയുടെ സ്ഥാനത്ത് എ പ്ലസ് ഡെൽറ്റ എം ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ ആറിൻ്റെ സ്ഥാനത്ത് എ ബൈ 2. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ. ഫോർ ദിസ് എക്സ്പ്രഷൻ ഈസ് കോൾഡ് പ്രിസം ഫോർമുല. ദിസ് ഈസ് കോൾഡ് പ്രിസം ഫോർമുല. mu equal to refractive index mu equal to sin a plus delta m by 2 divided by sin a by 2. This is prism formula. ശ്രദ്ധിക്കണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ ഫസ്റ്റ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയുന്നു, ദെൻ കൂടുന്നു. ഒരു മിനിമം വാല്യൂ ഉണ്ട് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ എം. ആ സമയത്ത് I ഈക്വൽ ടു ഇ ആണ്, ഇ ഈക്വൽ ടു ഐ ആണ്, R1 ഈക്വൽ ടു R2 ആണ്. ആ സമയത്തിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അവിടെ നിന്നാണ് നമ്മൾ ഇതോരോന്നും കണ്ടുപിടിച്ച് അവസാനം സ്നെൽസ് ലോയിൽ എത്തി നിൽക്കുന്ന പ്രിസം ഫോർമുലയിൽ എത്തുന്നത്.